മനുഷ്യ നമ്മൾ എല്ലാ വാർത്തകളും കൈകാര്യം ചെയ്യാറുണ്ട്. അത്രയും സീരിയസ് ആയിട്ടാണ് കൈകാര്യം ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ മാധ്യമങ്ങൾ അധികം കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു തെരുവുനായ ശല്യം. ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് ഒരു തെരുവുനായ 20ഓളം പേരെയാണ് കഴിച്ചിരിക്കുന്നത്. നമുക്ക് ഏതാനും ഒരു 4-5 ദിവസം മുൻപായിരുന്നു കണ്ണൂരിൽ ഒരു 5 വയസ്സുകാരൻ തെരുവുനായ കടിച്ചതിനെ തുടർന്ന് പേവിഷബാധയെ തുടർന്ന് മരിച്ചത്. അങ്ങനെ നമ്മൾ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഇതിനും കാട്ടി ഭീകരമാണ് അവസ്ഥ. അതായത് എത്ര കുട്ടികളെയും വയോധികരെയുമാണ് ഏറ്റവും കൂടുതൽ തെരുവുനായ്ക്കൾ ആക്രമിച്ചിട്ടുള്ളത്, പേവിഷ ബാധിച്ച് മരിച്ചിട്ടുള്ളത്, ഇതിൻ്റെ പരിണത ഫലങ്ങൾ പിന്നീട് അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സിസ്റ്റത്തെക്കുറിച്ചാണല്ലോ പൊതുവെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റവും നമ്മൾ കുത്തഴുകി കിടക്കുകയാണെന്ന് പറയാം. അതായത് റോഡിലൂടെ ഒരു പൊതുജനത്തിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടക്കുന്ന വാഹനങ്ങളെയോ അല്ലെങ്കിൽ മറ്റൊന്ന് പ്രേത പിശാചുകളെയോ ഒന്നുമല്ല പേടി. സത്യം പറഞ്ഞാൽ തെരുവുനായ്ക്കളെ പേടിച്ചാണ്. രാത്രി കഴിഞ്ഞാലൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. രാത്രി എന്നൊന്നുമല്ല, നമ്മളിപ്പോൾ വാർത്താ ചാനൽ വെക്കുമ്പോൾ ഒരു ദിവസം ഒരു ആരെ പിന്നോട് ഓടിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളെ ഓടിക്കുന്നത് എല്ലാം കാണുന്നത് പതിവാണ്. CCTV ദൃശ്യങ്ങളിലേക്ക് ദൃശ്യം കാണുമ്പോൾ നമ്മൾ മനസ്സിലാവും. അപ്പോൾ അത്തരത്തിൽ തെരുവുനായ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുക. നമുക്ക് സ്നേഹമൊക്കെ വേണം, മൃഗസ്നേഹമൊക്കെ ഉള്ളതാണ്, എല്ലാവരും ഈ തീറ്റിപ്പോറ്റി വളർത്തുന്നുണ്ട്. അത് പക്ഷേ പ്രാക്ടിക്കലാണോ എന്ന് ചിന്തിക്കണം. നമ്മളിത് പറയുമ്പോൾ ഇതിൻ്റെ വിരോധികളാവും. അതായത് എന്താ പറയുക, നായ്ക്കളോട് സ്നേഹമില്ലാത്തവരാവും. ഇതിനകത്ത് ഇങ്ങനെ കുറേ ലവേഴ്സ് ഉണ്ട്, പെറ്റ് ലവേഴ്സ് എന്ന് പറയും. പക്ഷേ ഇതാണ് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ ഒരു സിസ്റ്റം ഇത് ശരിയല്ല. അതായത് നമ്മൾ തെരുവുകളിൽ കാണുന്ന നായകൾ, ആ നായകളിൽ നിന്ന് ഒരു കടി കേൾക്കുമ്പോൾ മാത്രമേ അതുവരെ സ്നേഹം ഉണ്ടായിരുന്ന ഒരാളിൽ നിന്ന് മാറുള്ളൂ. ആ ഒരു കുടുംബത്തെ ബാധിക്കുമ്പോൾ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുടുംബത്തിന് തന്നെ തകർക്കാൻ ശേഷിയുണ്ട് ഒരു തെരുവ് നായക്കെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് മനസ്സിലാക്കേണ്ടത്, കണ്ണൂരിൽ തന്നെ സംഭവിച്ചത് നോക്കുക. ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു. അതായത് ഒന്നും വളർന്നു വരുന്നതാണ്. 5-ാം വയസ്സിലെ ഒരു കുട്ടി ഇതുകൊണ്ട് മരിക്കുന്നു. മാത്രമല്ല, നായശല്യം കാരണം ഇപ്പോൾ സ്കൂള് വിട്ടുപോലും കുട്ടികൾക്ക് സ്വൈര്യമായിട്ട് വരാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഭീകരമായൊരവസ്ഥയായിട്ടാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും നോക്കൂ, കഴിഞ്ഞ മാസമാണ് ഒരു പെൺകുട്ടി, ചെറിയ മോള് പേവിഷബാധയേറ്റ് മരിക്കുന്നത്. അന്ന് ഭയങ്കരമായ രീതിയിൽ പട്ടികളെ പിടിക്കാൻ പടക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നു. വ്യാപകമായി ഇത് പേവിഷബാധ ഏറ്റ കുട്ടിക്ക് റാബീസ് വൈറസിൻ്റെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും ആ കുട്ടി മരിച്ചതിനെ ഓർത്ത് അതിലെന്തെങ്കിലും പ്രശ്നമാണെന്നുള്ള ചർച്ചകൾ നടക്കുന്നു. അത് ആ ന്യൂസിൻ്റെ വാല്യൂ കഴിഞ്ഞതോടുകൂടി അത് കെട്ടടങ്ങുന്ന സിറ്റുവേഷനാണ്. എന്നാൽ ആ കുട്ടിയുടെ അമ്മ ഈ റാബീസ് വൈറസ് ബാധിച്ച് മരിച്ച കുട്ടികളെ അത് പിന്നെ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരികയോ അവിടെ ഒന്നും അടക്കുകയും ചെയ്യില്ല. അപ്പം അമ്മ തിരിച്ച് ഓട്ടോയിൽ പോകുന്ന സമയത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അവിടെ വേസ്റ്റ് ഇടരുത്, പക്ഷെ വീണ്ടും അത് ചെയ്ത് എൻ്റെ മക്കളെ എല്ലാവരും കൂടെ കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ത്രീ കരയുന്നത്. ശരത്തെ നമ്മുടെ നാട്ടിൽ എവിടെയാണ് വേസ്റ്റ് ഇല്ലാത്തത്? ഈ വലിയ മൃഗസ്നേഹികളൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിലുമുണ്ട് 3 പട്ടികൾ. ഞാൻ അതിനെ കൂട്ടിലിട്ടാണ് വളർത്തുന്നത്. അത് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സാണ്. അപ്പം ഇവർ പുറത്തു പോകുന്നില്ല. ഓക്കെ, പക്ഷേ ഈ തെരുവ് നായകളുടെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഒരു ഓണർഷിപ്പിലുള്ള ഒരു പട്ടി മറ്റൊരാളെ കടിച്ചാൽ അതിൻ്റെ ഓണർഷിപ്പ് അതിൻ്റെ ഓണർക്കാണ് വരിക, അതിൻ്റെ ഉത്തരവാദിത്തം ഓണർക്കാണ് വരിക. ഇപ്പോൾ ഇവിടെ തെരുവ് നായ കടിക്കുന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് വെറുതെ നമ്മളിപ്പോൾ പട്ടത്താണുള്ളത്. പട്ടത്ത് ജസ്റ്റ് ആ വഴിയിലോട്ട് ഇറങ്ങിയാൽ മതി. ഒരു 3 മിനിമം ഒരു മിനിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുപോയി വേസ്റ്റ് ഇട്ട് അവിടെ തെരുവുനായകൾ വളരുന്നുണ്ട്. അപ്പോൾ അവരെ ബന്ധീകരിക്കണം എന്നുള്ളത്, അതിനുള്ള ഒരാളും എക്യുപ്മെന്റ്സും ഒന്നും നമ്മുടെ ഇവിടെ ഇല്ലെന്നേ. എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കൂ, വലിയ മൃഗസ്നേഹവും നിങ്ങൾ പരിസ്ഥിതി സ്നേഹവും എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ ജീവന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള തിങ്കിങ് ആണ് എനിക്കുള്ളത്. അത് നിങ്ങൾ എന്നെ ഏത് മൃഗവിരോധി എന്ന് വിളിച്ചാലും, ഞാൻ ഒരു ദയയും ദാക്ഷിണ്യം ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിച്ചാലും, നിങ്ങൾ പറഞ്ഞാലും സ്റ്റാമ്പ് ചെയ്താലും എന്നെ അത് ബാധിക്കാൻ പോകുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് തെരുവുനായ പ്രശ്നമാണോ, കൊന്നു തള്ളണം എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അതായത് പ്രശ്നബാധിതയായ ആക്രമിക്കുന്ന തെരുവുനായ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ തെരുവുനായ നിയന്ത്രണത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണത്. എത്ര പേരുണ്ട് പട്ടിയെ പിടിക്കാൻ പോകാനും അവരെ കൊണ്ടുവരാനും അത് വന്ധീകരിക്കാനും? ഈ നാട്ടിൽ എവിടെയാണ് സിസ്റ്റം ഉള്ളത്? അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഉണ്ടെങ്കിൽ തന്നെ അത് കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നുമില്ല. അതിന് ഒരു പട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് ഈ സാധാരണ വോളണ്ടിയർഷിപ്പിൽ പോലെ ചെറിയ തുകയ്ക്കാണ് ഒരു പട്ടിക്ക് ഇത്ര രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതുപോലും പൈസ കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ ആര് വരും ഇത് ചെയ്യാൻ? ഇതിന്റെ പിന്നോടിയായിട്ട് നമ്മൾ നോക്കിയിട്ട് കുറെ NGOs ഉണ്ട്. അതായത് അവരിറങ്ങിത്തിരിക്കുന്നത് ഭക്ഷണം കൊടുക്കാനും തന്നെ. അങ്ങനെ നോക്കിയെടുക്കാൻ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഒന്നുകിൽ പട്ടിയെ വന്ധീകരിക്കുക, അല്ലെങ്കിൽ ആളുകൾ റോഡുകളിലേക്ക് ഇറങ്ങാതിരിക്കുക. ഇതേ ഉള്ളൂ വഴി. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി റോഡിൽ ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ ഉപദ്രവിക്കാതെ തന്നെ വന്ധീകരിക്കുക. ഇത് ഇപ്പോൾ ചെയ്താൽ മാത്രമേ ഒരു 10 വർഷത്തിനകത്ത് റിസൾട്ട് കിട്ടുകയുള്ളൂ. നേരത്തെ അത് ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇവിടെ
എന്താണെന്ന് മനസ്സിലാവില്ല. ഈ ഒരു ഞാൻ പറയില്ലേ, എല്ലാ വിഭാഗം സിസ്റ്റത്തിന്റെ പ്രശ്നം തന്നെയാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്താൽ ധാരാളമാണ്. ഇപ്പോൾ കോർപ്പറേഷൻ ഇവിടെ റോഡിന്റെ മുഖമിനിക്കാനും ലൈറ്റ് വെച്ചതിനും ഒക്കെ പരസ്യം കൊടുക്കില്ല. എന്തുകൊണ്ട് ഇതിനകത്തൊരു പ്രവർത്തനം നടത്തുന്നില്ല? ഇവിടുത്തെ തൊഴിലാളികൾ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നായ പിടിക്കാൻ പോകുന്നവരുടെ ചോദിക്കും. അവർക്ക് തുച്ഛമായ വരുമാനമാണ്. മാത്രമല്ല അവർക്ക് വേണ്ട രീതിയിലൊരു അവരെ തന്നെ പറയുന്നു, എന്ത് ധൈര്യത്തിലാണ് പോകുന്നത്? ഒരു പേപ്പട്ടി ഒന്ന് കടിച്ചെങ്കിൽ എന്ത് ചെയ്യും? ഇവര് അമാനുഷികരൊന്നും അല്ലല്ലോ. പല പട്ടികടി കേൾക്കുന്ന ആളുകളുടെ ദിവസം അവര് പെട്ടെന്ന് ഒരു റാബീസ് ഇഞ്ചക്ഷന്റെ ആദ്യഘട്ടത്തിൽ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞു ഈ പട്ടിനെ വീണ്ടും പരിശോധിക്കുമ്പോഴാണ് ആ പട്ടിക്ക് പേപ്പട്ടി വിഷബാധ ഏറ്റ പട്ടിയാണെന്ന് മനസ്സിലാവുന്നത്. ഇത് ആരുടെ ഉത്തരവാദിത്തത്തിലേക്ക് പോവാണ്? മാത്രമല്ല ഇവിടുത്തെ ക്വാളിറ്റി മനസ്സിലാക്കുക. റാബീസ് ഈ ഇഞ്ചക്ഷനുകളുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം തന്നെ നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ തന്നെയാണ് ചെന്നെത്തുന്നത്. ഈ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പലതും ചിലപ്പോൾ എക്സ്പയർഡ് ആയി കഴിയുന്നത്. നേരത്തെ ഇതൊക്കെ വലിയ രീതിയിൽ ഗണ്യമായിട്ട് എടുത്തു വെക്കും. ഇത് കാലാവധി കഴിയുന്നതായിരിക്കും. അപ്പൊ സ്റ്റോക്കിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് പ്രധാന പ്രശ്നം നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്നുള്ളതാണ്. ഇപ്പൊ പേപ്പട്ടി വിഷബാധ നമ്മുടെ കാലിലാണ് പട്ടി കടിക്കുന്നതെങ്കിൽ അത് നമുക്ക് റിക്കവറി സമയം ഒരുപാട് കിട്ടും. പക്ഷെ അത് നമ്മുടെ തലഭാഗത്തോ ഇവിടെയുള്ള തലയുടെ പേരികളിലോ അടിയന്തരമായുള്ള ചികിത്സ വേണ്ടി വരും. മാത്രമല്ല അത് കഴുകണം, വൃത്തിയായി കഴുകണം. നമുക്ക് ഇതിന്റെ പ്രാഥമിക ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് എന്ത് ധാരണയാണുള്ളത്? അത് എവിടെയാണ് പഠിപ്പിക്കുന്നത്? ഇവിടെ സുംബ പഠിപ്പിക്കാൻ പോയപ്പോൾ സ്കൂളിൽ അത് പഠിപ്പിക്കണമെന്ന് പറയുന്നത്. നമ്മൾ പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ എന്തിനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. പ്രാക്ടിക്കൽ ലെവലിൽ ഒരു കുട്ടീനെ വളർത്തിയെടുത്ത് ഒരു പൊതു പൗരനായിട്ട് വളർത്തിയെടുക്കുമ്പോൾ ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല സിസ്റ്റം എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. പട്ടികടി ഏൽക്കുന്നുണ്ട്, അതൊരു നോർമലൈസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ. ഞാൻ എപ്പോഴും നമുക്കിവിടെ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് സ്കൂട്ടറിലാണ് പോവുക. ഈ പോകുന്ന സമയത്ത് പട്ടി പുറകെ ഓടും. എന്തൊരു ഭീതിജനകമാണെന്നറിയാമോ? നമ്മൾ വിചാരിക്കുന്നില്ല അത്. അതാണ് ഇത് സ്ഥിരമായ സംഭവമാണ്. പട്ടികൾക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാൻ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പട്ടികൾ വർദ്ധിക്കുന്നു. എന്തുകൊണ്ടാണ്? അവർക്ക് ഇവിടെ ഒരു ഹാബിറ്റാറ്റ് ഉണ്ട് വളരാനുള്ള. അപ്പൊ ആ ഹാബിറ്റാറ്റ് എത്തിച്ചെല്ലുന്നത് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളുടെ പരിമിതികളെ കുറിച്ചാണ്. അവിടെ ചെല്ലുമ്പോൾ എന്ത് പറ്റുന്നു? ആരോഗ്യ മേഖലയിലെ പരിമിതികൾ. ഇതൊരു ചെയിൻ ആണെന്നേ. ഇത് എവിടെ ചെന്ന് അതാണ്. അതുകൊണ്ട് അത് ആകത്തുകയിൽ ഈ നാട്ടിൽ ഏൽക്കുന്ന ദിവസത്തിന് 20-30 പേർക്ക് സംസ്ഥാനമൊട്ടാകെ കടി ഏൽക്കുന്നു. അതിൽ കുറച്ച് പട്ടികളുടെ കടിക്ക് വലിയ കുഴപ്പമില്ല, അവർ റാബീസ് ഇഞ്ചക്ഷൻ എടുത്ത് പോകുന്നു. ചില കുട്ടികൾക്ക് പേപ്പട്ടി വിഷബാധയുണ്ട്, ചില കുഞ്ഞു മക്കൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയും ഈ സിസ്റ്റം വൃത്തിയായി വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടുന്നൊരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാകേണ്ട. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിമിതികളുണ്ട്, ഫണ്ടില്ല, സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പൈസയില്ല. ഇതൊന്നും ഇവിടെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അടിസ്ഥാനപരമായി തെരുവുനായ ശല്യം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ പരിഹരിക്കണമെങ്കിൽ പട്ടിയെ ബന്ധീകരിക്കുന്നതാണെങ്കിൽ അങ്ങനെ, അക്രമാസക്തരായ പട്ടികളെ കൊല്ലുന്നതാണെങ്കിൽ അതങ്ങനെ. അതിനൊന്നും മനുഷ്യസ്നേഹികളായിട്ട് അല്ലെ മൃഗസ്നേഹികളായ മനുഷ്യസ്നേഹമില്ലാത്ത കുറെ പേര് അതിനു വേണ്ടി വന്നു കഴിഞ്ഞാൽ പട്ടിയെ എടുത്ത് കയ്യിലേക്ക് ഏറ്റവും മാരകമായിട്ടുള്ള ഒരു മരണം കൂടിയാണ്. ആലോചിച്ച് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഇതിന്റെ മരണം. നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടില്ലെങ്കിൽ അങ്ങനെ കുടുംബങ്ങൾക്ക് അത് മനസ്സിലാവുകയുള്ളൂ. അതാണ് പറഞ്ഞത്, ഓരോ കുടുംബങ്ങളിലും ഇതെല്ലാം വരുമ്പോഴായിരിക്കും ഇതിന്റെ തീവ്രത എത്രത്തോളം ആണെന്ന് മനസ്സിലാവും. അതുവരെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു പെറ്റാണ് അത്. അതൊരു കടിയേറ്റ് നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് കടിയേറ്റത് വരുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായിട്ടൊരു നടപടി എടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്കാണ്. കാരണം നാളെ പട്ടികൾ ഭരിക്കുന്ന ഒരു നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം ഈ രീതിയിലാണ് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണക്കുകൾ എടുക്കുമ്പോൾ മനസ്സിലാവും. പ്രസവത്തിൽ മനുഷ്യനെ പോലല്ല പട്ടി കുറെ എണ്ണത് പട്ടി പെറ്റ് കൂട്ടുന്നെന്ന് നമ്മൾ പറയുന്ന പോലെ കുറെ പട്ടികൾ ഒരേ സമയത്ത് പ്രസവത്തിൽ ഉണ്ടാകും. മാത്രമല്ല സർവൈവൽ സ്കിൽ വളരെ കൂടുതലാണ്. സാധാരണ ബ്രീഡ് ചെയ്തുകൊണ്ട് വരുന്ന പൊമറേനിയനോ അല്ലെങ്കിൽ മറ്റ് ലാബ്രഡോറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ബ്രീഡിനെ ചെയ്യിപ്പിക്കുന്ന പോലെയല്ല. തെരുവ് നായകൾ ഇന്ത്യയുടെ സാഹചര്യ സ്വഭാവത്തിലേക്ക് വലിയ രീതിയിൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഡോഗ്സ് ആണ്. അവർ പെട്ടെന്ന് സർവൈവ് ചെയ്യും, അവർ പെട്ടെന്ന് വളർച്ചയെത്തും, അടുത്ത പ്രജനന ഘട്ടത്തിലേക്ക് അവർ പോകും. ഇതൊരു സൈക്കിളാണ്. ഇത് എവിടെ വെച്ച് ബ്രേക്ക് ചെയ്യണമെന്ന് ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് കാണണം. പട്ടികടി ഏറ്റൊക്കെ ഒരു 21-ാം നൂറ്റാണ്ടിൽ 2025 ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ഗതികെട്ടൊരു സംഭവം വേറെ.